അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു പച്ച മാങ്ങ വെച്ചിട്ടുള്ള ജ്യൂസാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കണത്. നല്ല പൊടിയില്ല മാങ്ങയാണ്. കടയിൽ നിന്നൊക്കെ നമുക്ക് പുളിയില്ലാത്ത മാങ്ങ കിട്ടുമല്ലോ. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഞാനിത് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലാവരുത്, ചെറിയൊരു പീസ് മാത്രം മതി. ഇനി ചെറിയ 2 ഏലക്കായ. ഏലക്കായ കൂടിയാൽ ടേസ്റ്റേ മാറും. അതുകൊണ്ട് ചെറുത് നോക്കിയിട്ട് 2 ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു മാങ്ങയ്ക്കാണ് കേട്ടോ, വലിയൊരു മാങ്ങയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിട്ട് അടിച്ചെടുക്കാം. നല്ല ടേസ്റ്റിൽ നിങ്ങൾക്കിത് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കൊടുക്കാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒന്നുണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ്. ഇനി നമുക്ക് പഴുത്ത മാങ്ങ എങ്ങനെയാണ് കുറച്ച് കാലം കേടുവരാതെ സൂക്ഷിച്ച് വെക്കാൻ നോക്കാം. നിങ്ങൾക്ക് ഗൾഫിലുള്ളവർക്കോ മക്കൾ ഹോസ്റ്റലിൽ പോയവരോ, എൻ്റെ മോൻ ഹോസ്റ്റലിലാണ്, അവൻ തിരിച്ചു വരുന്നത് വരെ കേടുവരാതിരിക്കാനുള്ളൊരു മാർഗ്ഗമാണ് നോക്കുന്നത്. അവനോട് മാംഗോ വെച്ചിട്ടൊരു ഐസ്ക്രീം ഉണ്ടാക്കിത്തരാം, പുഡിങ് ഉണ്ടാക്കിത്തരാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഏത് മാവിൽ കയറ്റി പറിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവൻ വരുന്നത് വരെ കേടുവരാതിരിക്കാനുള്ളൊരു മാർഗ്ഗമാണ് നോക്കുന്നത്. നല്ലോണം പഴുത്തിട്ടുണ്ട്. നമുക്കിത് 2 മാങ്ങ അങ്ങനെ ഓരോ 2 ഈച്ച മാങ്ങ വീതം ഓരോ കവറിലാക്കി വെച്ചാൽ മതി. നമുക്ക് ഓരോ ആവശ്യത്തിന് ഇങ്ങനെ എടുക്കുമായിരിക്കും. കൂടുതലായി വെക്കാതെ 2 3 മാങ്ങ ഓരോ കവറിലാക്കി വെക്കുകയായിരിക്കും കേട്ടോ വളരെ നല്ലത്. ഞാനിപ്പോൾ ഇതുപോലെ നമ്മൾ അരിയും പഞ്ചസാരയൊക്കെ വാങ്ങണ കവറുണ്ടല്ലോ, അങ്ങനത്തെ പഞ്ചസാരയൊക്കെ 1 കിലോൻ്റെ തൂക്കി തരുന്ന കവറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് എനിക്ക് 10 കവറിന് 4 രൂപയായിട്ട് വന്നിട്ടുള്ളൂ. ഞാനൊരു 3 മാങ്ങയൊക്കെയാണ് ഓരോ കവറിലാക്കി വെച്ചിട്ടുള്ളത്. ഇതുപോലെ വെച്ചാൽ നമുക്ക് 2 ദിവസം കൊണ്ട് ഇത് കേട് വന്നു പോവും. നല്ലോണം പഴുത്തിട്ടുണ്ട്. നല്ല പൊടിയുള്ള നീലം മാങ്ങയാണ്. അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് വെക്കാനുള്ള മാർഗ്ഗമാണ് നോക്കുന്നത്. ഇനി നമുക്കിത് ഈ തയ്യാറൊക്കെ കളഞ്ഞിട്ട് ടൈറ്റാക്കിയിട്ട് ഒരു 3-4 ഭാഗമാക്കിയിട്ട് പിൻ ചെയ്തെടുക്കണം. തിരിച്ചെടുക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം. പിന്നെ ഇതിൽ പെടാതെ നല്ലോണം ശ്രദ്ധിക്കണം. ഇതുപോലെ ടൈറ്റാക്കിയിട്ട് വെക്കാം. എയർ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇങ്ങനെ പച്ചമാങ്ങയും ഒക്കെ ചെയ്തെടുത്ത് നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാം. ഇത് പൾപ്പാക്കി സൂക്ഷിച്ച് വെക്കണമല്ലോ ഉണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.